ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മീൻകറിയാണ്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ആഗോലിയാണ്. ഇത് 2 ആഗോലിയാണ്. അതായത് 1 കിലോ തൂക്കം വരും. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് സവാള 1 കപ്പ്, കുറച്ച് ചുവന്നുള്ളി, ജിഞ്ചറും ഗാർലിക്കും, പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് ഒരു 3 എണ്ണം, പിന്നെ ഇത് പപ്രിക്ക പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1 ടീസ്പൂൺ അല്ല 1.5 ടീസ്പൂൺ ഓളം വരും മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടൊമാറ്റോ സോസ്. നമുക്ക് വീട്ടിൽ തന്നെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം, അല്ലെന്നാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാനും കിട്ടും. അത് ഒരു കപ്പോളം വരും. 1 കപ്പ് വരത്തില്ല, ഒരു 1/2 കപ്പ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിടുക, ഉലുവ. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഉലുവ കുറച്ച് ഒരു പിഞ്ച്. പിന്നെ നമുക്ക് വേണ്ട പുളി, അത് ഞാൻ കുറച്ച് നേരത്തെ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, സോക്ക് ചെയ്ത്. നമുക്ക് കുക്കിങ്ങിലോട്ട് തുടങ്ങാം. ചൂടായെന്ന് തോന്നുന്നു. നമുക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിക്കാം. അത് 2 ടീസ്പൂൺ. ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ കട്ടിയായി വരുന്നു. കുറച്ച് സമയം എടുത്ത് ചൂടായി. മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ചൂടാവാൻ. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായി, നമുക്ക് കുറച്ച് ഉലുവ അതിലോട്ടിടാം. അപ്പോൾ ഉലുവ അങ്ങനെ ബ്രൗൺ കളറായി. നമുക്കപ്പോൾ സവാള ഇടാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇടാം. പച്ചമുളകും സവാളയും കൂടി ഉടക്കിടുന്ന വഴറ്റാം. അപ്പോൾ ഞാനിവിടെ ജിഞ്ചർ ഗാർലിക്ക് ചുമന്നുള്ളിൻ്റെ ഒന്ന് ചതച്ച് അതിലോട്ടിടാൻ പോകാം. നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും കൂടി ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലൊരു ഇളക്കി യോജിപ്പിച്ച് നല്ലൊരു വഴണ്ട വരട്ടെ. കുറച്ച് നേരം എണ്ണയിൽ കിടന്ന് നല്ലപോലെ വഴണ്ട വന്നുമ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. നല്ലൊരു മൊഴിയട്ടെ. മഞ്ഞൾ ഇതിൻ്റെ കുത്തിൽ മാറുന്നവരെ നമുക്കൊന്ന് കുറച്ച് ഈ കുട്ടി വെക്കാം. എന്നിട്ട് മല്ലിപ്പൊടി ഇത് 2 ടേബിൾ. കുറച്ച് എണ്ണയുടെ പോകട്ടുണ്ട്, നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഇടാം. മല്ലിക്ക് കുറച്ച് സമയം എടുക്കും നല്ല മുരിഞ്ഞ് വരാൻ. നമുക്കിനി ചുമന്ന മുളക് ഇടാം. എന്നിട്ട് ഇച്ചിരി പപ്പരിക്കപ്പൊടി കളറിന് വേണ്ടി. നല്ലപോലെ എല്ലാം കൂടി യോജിപ്പിക്കുക. മുളകിൻ്റെ കുത്തലും എല്ലാം മാറണ്ടേ. ഇത് നോൺ സ്റ്റിക്ക് അല്ലല്ലോ, നമ്മളിത് മൺചട്ടിയല്ലേ. അപ്പോൾ അതിന് എണ്ണ കുറച്ച് പോരെങ്കിൽ കുറച്ച് നമുക്ക് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ ഡ്രൈ ആയി വരുന്നത്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു മുരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിലോട്ട് നമുക്ക് ഈ സോസ് ഇടാം.
മിക്സ് നല്ല റെഡ് കളർ നല്ല ഗ്രേവി ആയിട്ട് ഇരിക്കുന്നു. നമുക്കിനി ഇതിലോട്ട് ഉപ്പിടാൻ ആവശ്യത്തിന്. ഇനി നമുക്ക് പുളിവെള്ളം, പുളി കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി അതിലോട്ടിടാം. നല്ലപോലെ മിക്സ് ചെയ്ത്, ഇച്ചിരി വെള്ളം കുറവാണ്, നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത്രയും വെള്ളം മതി, കാരണം മീനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമുക്ക് ഇത്രയും വെള്ളം മതി. ഇതൊന്ന് തിളക്കട്ടെ. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിടാം. ഇതൊന്ന് മൂടി വെച്ചായിരുന്നു. ഇത് തിളച്ച് വരുന്നുണ്ട്, നമുക്ക് മീനിടാം. കൂടി മുങ്ങിക്കിടക്കുന്ന വിധത്തിലൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ചട്ടിയോടുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി അവിടെ വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് ചാറൊക്കെ ഒന്ന് അതിൻ്റെ പുറത്തോട്ട്, കാരണം മീനിൽ നിന്ന് ഇറങ്ങി വരും ഇനി വെള്ളം, അപ്പോൾ അധികമായി പോരുത്. ഒന്ന് മുക്കിയിടുന്ന വിധത്തിലൊന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. വെക്കാം. മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്. 15 മിനിറ്റ് ആയി, നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മീൻ റെഡിയായിരുന്നു. നമുക്ക് ഉപ്പും പുളിയൊക്കെ ആവശ്യമുണ്ടോ എന്ന് നോക്കാം. നമുക്കൊന്ന് ചുറ്റിച്ച് അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് ചുറ്റിച്ച് വെച്ചായിരുന്നു കേട്ടോ. അതുപോലെ നിങ്ങളൊന്നും ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ. പാകമായി. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് പതുക്കെ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.